ദൈവനാമത്തിന് സ്തുതി. ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ പുയപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിലാണ് എൻ്റെ ജനനം. എൻ്റെ ബാല്യകാലം എൻ്റെ ഗ്രാൻഡ് പേരൻസിനോടൊപ്പമായിരുന്നു. കാരണം എൻ്റെ പേരൻസ് അവരുടെ ജോലി കാര്യങ്ങൾക്കായിട്ട് നോർത്ത് ഇന്ത്യയിലായിരുന്നു. പേരൻസ് കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ വിഷമം അന്ന് ശിശുവായിരിക്കുന്ന എനിക്ക് ഉണ്ടായിരുന്നു. ആ വിഷമം ഡെവലപ്പായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടിനോടുള്ള, അന്ധകാരത്തിനോടുള്ള പേടി കാലക്രമേണ അത് നൈറ്റ് വാക്കിംഗ് ആയിട്ട് പരിണമിച്ചു. എനിക്കിഷ്ടം തോന്നിയത് പാട്ടുകളോടായിരുന്നു. പക്ഷേ എൻ്റെ പ്രോബ്ലം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ എൻ്റെ വോയിസ് വാസ് നോട്ട് ഗുഡ് ഫോർ ക്വയർ. എനിക്ക് ചർച്ചിൽ കുട്ടികളോടൊപ്പം പാടാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിലേക്ക് കൂടുതൽ പഠിക്കാനും ജോലി സാധ്യതയൊക്കെ കൂടുതൽ അന്ന് ഡൽഹിയിലായിരുന്നു. അങ്ങോട്ട് പറഞ്ഞു വിട്ടു. താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരു കത്തീഡ്രലുണ്ട്. ആ കത്തീഡ്രലിൽ എല്ലാ ഞായറാഴ്ചയും പോകുന്നൊരു പതിവ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മെയിൻ സിംഗർ അന്ന് ചർച്ചിൽ വന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവർ എല്ലാവരും ടെൻഷൻ അടിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു നിക്സനെ കൊണ്ട് പാടിപ്പിക്കും. എല്ലാവരും വന്നിട്ട് എൻ്റെ അരികെ വന്നിട്ട് ആ പാട്ട് നല്ലതായിരുന്നു. ഓരോ ഞായറാഴ്ചയും ഓരോ ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറയും, ഇന്നത്തെ ഈ പാട്ട് നല്ലതായിരുന്നു, ആ പാട്ട് നല്ലതായിരുന്നു, നന്നായിരുന്നു. അതായത് നമ്മളെ അംഗീകാരം അതവിടെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രചോദനമായിട്ടത് എനിക്ക് തോന്നി. ആ ചർച്ചിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമായി. ലവ് കം അറേഞ്ച്ഡ് മാരേജ് എന്നൊക്കെ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അങ്ങനെ കല്യാണം കഴിച്ചു. എനിക്ക് കിട്ടുന്ന സാലറിയും എൻ്റെ വൈഫിന് കിട്ടുന്ന സാലറിയും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സാലറി ഒന്നും ആ സമയത്ത് അധികം ഉണ്ടായിരുന്നില്ല. എല്ലാ മലയാളികളും ചിന്തിക്കുന്ന മാതിരി ഞാനും ചിന്തിച്ചു, എന്തുകൊണ്ട് ഗൾഫിൽ പോയിക്കൂടാ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വരാമല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ അതിനുശേഷം ഒരു മെഡിക്കൽ ഒരു ടെസ്റ്റ് ഉണ്ട്. 3 ദിവസം കഴിയുമ്പോൾ പാസ്പോർട്ടിൻ്റെ അകത്ത് ഒരു ക്ലിയർഡെന്നും പറഞ്ഞിട്ട് നമുക്ക് തരണം. ഞാൻ അവിടെ ചെന്ന് എൻ്റെ പാസ്പോർട്ട് കളക്ട് ചെയ്ത് അപ്പോൾ എൻ്റെ മറുഭാഗത്ത് എൻ്റെ ബാക്ക് സൈഡിലൊരു സ്റ്റിക്കർ HIV പോസിറ്റീവ്. കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതുപോലെ ആയിപ്പോയി. ഞാനിതെങ്ങനെ അവതരിപ്പിക്കും? എൻ്റെ വീട്ടിലെങ്ങനെ അവതരിപ്പിക്കും? എന്നെ ആൾക്കാരെങ്ങനെ കാണും? എൻ്റെ വൈഫിനോട് ഞാൻ എങ്ങനെ പറയും? അപ്പോൾ ഇത് ഞാൻ വന്ന് വീട്ടിൽ അവതരിപ്പിക്കുന്നു, വൈഫിനോട് പറയുന്നു. പുള്ളിക്കാരുടെ റിയാക്ഷനാണ് എന്നെ നിങ്ങളോട് ഇതിനെപ്പറ്റി ഒരു വിറ്റ്നസ്സായിട്ട് പറയാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത്. ആ റിയാക്ഷനാണ്. വൈഫ് പറഞ്ഞത്, നിക്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കുണ്ട്. അപ്പം അന്ന് നമ്മൾ വായിച്ചറിഞ്ഞ കാര്യം എന്ന് പറയുന്നത് എയ്ഡ്സിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് 6 ഇയേഴ്സാണ്. നമുക്ക് 60 വർഷം വരെ ജീവിക്കാം, കുട്ടികളുണ്ടാകാതിരുന്ന പോലെ. ഇത് പറയുമ്പോഴും പുള്ളിക്കാരുടെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, ഞാൻ പോയി ആത്മഹത്യ ചെയ്താലോ എന്നുള്ളൊരു പേടി. അപ്പോൾ എന്നെ ഒരു നിഴൽ പോലെ അന്ന് തൊട്ട് ആ സമയങ്ങളിൽ എൻ്റെ നിഴൽ പോലെ പുള്ളിക്കാരി ലീവ് എടുത്തിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നു. അപ്പം ഡയറക്ടർ എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് വിൽ ഗോ ഫോർ അനദർ ടെസ്റ്റ് വിച്ച് ഈസ് കോൾഡ് വെസ്റ്റേൺ ബ്ലോട്ട്. അപ്പോൾ ടെസ്റ്റ് എടുക്കുന്നതിന് 5,000 rupees ആവും എന്ന് പറഞ്ഞു. 5,000 rupees എന്ന് പറയുന്നത് ആൾമോസ്റ്റ് എൻ്റെ 4 മാസത്തെ സാലറിയാണ് അന്നത്തെ. അതൊന്നും അഫോർഡ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ അന്നേരം അവർ തന്നെ എന്നോട് പറയുന്നു, ഇല്ല, അത് നിങ്ങളുടെ ഓഫീസാണ് ബെയർ ചെയ്യുന്നത്, സോ യു ഡോണ്ട് വറി അബൌട്ട്. അപ്പോൾ ആ 1 മാസത്തെ കാലാവധി എന്ന് പറയുന്നത് ഓരോ നിമിഷവും ഓരോ വർഷങ്ങളായിട്ട് തോന്നുന്ന സമയമാണ്. അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ ദൈവത്തോട് അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് ഒരു ഫോൺ വന്നു, നിങ്ങളുടെ റിപ്പോർട്ട് റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ എനിക്ക് റിപ്പോർട്ട് വന്നു, നിക്സൺ നോട്ട് ഓൺലി വൺസ്, യു ഹാവ് ടെസ്റ്റഡ് 5 times. ഈ 5 പ്രാവശ്യവും ഇത് നെഗറ്റീവ് എന്നാണ് വന്നത്. പെട്ടെന്നൊരു പ്രത്യാശ, എനിക്കിതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ഒരു പ്രത്യാശ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെയും എൻ്റെ വൈഫിനെയും ഒക്കെ ദൈവം ഒരുക്കി, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുക്കി. അതാണ് മിറക്കിൾ. ദൈവമാണ് അതിൻ്റെ റീസൺ എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അപ്പം ദൈവത്തിന് ഞാൻ എന്ത് തിരിച്ചു കൊടുക്കും? അവിടെ ഞാൻ പിന്നെ കൂടുതൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ചർച്ച് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ചർച്ച് ക്വയേഴ്സിലെല്ലാം കൂടുതൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. കത്തീഡ്രലിൽ നിന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പാടാൻ പോകുന്നത്. നിൻപ്രകാശധാര മുന്നിൽ പാത കാട്ടുകിൽ എൻ്റെ ലോകയാത്ര എന്നും എത്ര ശോഭനം, എൻ്റെ ലോകയാത്ര എന്നും എത്ര ശോഭനം. അപ്പം ഞാൻ ആലോചിക്കുന്നത് നല്ല നല്ല പാട്ടുകൾ ഇതുപോലുണ്ടാക്കി പലർക്കും
കൊടുത്താലെന്നാണ്. ഇതൊരിക്കലും നമ്മളൊരു ബിസിനസ്സായിട്ടല്ല ചെയ്തിരുന്നത്. നമ്മൾ കാസറ്റ് ഉണ്ടാക്കും, ചർച്ചുകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമ്മൾ ആ കാസറ്റ് 300-400 കാസറ്റ് കൊണ്ടുവന്ന് ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നത് അവർ വിറ്റിട്ട് ആ പൈസ സമാഹരിച്ചിട്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആക്ടിവിറ്റീസിനും അങ്ങനെ കുറേ ചർച്ച് ആക്ടിവിറ്റീസിനും യൂസ് ചെയ്യാറ്. അതിനുശേഷം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ 150ഓളം പാട്ടുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. സംഗീതം എനിക്ക് ദൈവം തന്നൊരു ദാനമാണ്. ഈ ദാനത്തിനെ നമ്മൾ കുഴിച്ചു മൂടാതെ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് ദൈവത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ എനിക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സാന്ത്വനത്തിൻ്റെ ആവശ്യമുണ്ട്. സാന്ത്വനം വരുന്നത് നല്ല ലിറിക്സിലൂടെയാണ്. ലാഭേച്ഛ കൂടാതെ എനിക്ക് പാട്ടുകൾ എഴുതി തന്ന ഒരു വ്യക്തിയാണ്, ജോർജ് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പമുള്ള കുറേ കലാകാരന്മാരും എന്നെ ഒരുപാട് ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇറ്റിറ്റു വീഴുമൻ കണ്ണുനീർമുത്തുകൾ ജപമാലയായി ഞാൻ കോർത്തിടട്ടെ ഒന്നല്ലൊരായിരം. ഈ സമയങ്ങളിലെല്ലാം എന്നെ സ്വാധീനിച്ച ഒരു ബൈബിൾ വാചകം ഉണ്ടായിരുന്നു. ഏശയ്യ 49:16 വാക്യം. ജനിക്കുന്നതിന് മുമ്പേ നിൻ്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി വച്ചിട്ടുണ്ട്. നിൻ്റെ ചുറ്റും ഞാനൊരു കോട്ടമതിൽ പോലെ കെട്ടിയിട്ട് നിന്നെ ഞാൻ സംരക്ഷിക്കും. അതെന്നെ സ്വാധീനിച്ചു. അതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, നമ്മളെ കൈപിടിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ ധൈര്യം തരുന്ന ഒരു വാചകം അല്ലെങ്കിൽ ഒരു വാക്യം. ദൈവം എൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയിട്ടുണ്ട്, ഇതാണ് നിൻ്റെ നിയോഗം. ആ നിയോഗം എന്താണ് എന്ന് അറിയാൻ എന്നെ പാകപ്പെടുത്തിയതാണ് ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും. ഈ സ്ട്രഗിളുകളെല്ലാം എന്നെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നെപ്പോലെ സ്ട്രഗിളുകളിലൂടെ പോകുന്നവർക്ക് ഇപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എനിക്കിങ്ങനെയെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഹാവ് ഫെയ്ത്ത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടും.